മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണെന്ന് പറയാതെ വയ്യ. മുഖ്യമന്ത്രി പദവി ഉറപ്പിച്ചുവെന്ന് വി.ഡി. സതീശൻ പക്ഷം പറയുമ്പോൾ ഹൈക്കമാൻഡിന്റെ പിന്തുണയാണ് ഇവിടെ കെ.സി. വേണുഗോപാലിന് ആത്മവിശ്വാസം നൽകുന്നത്. അതേസമയം സമവായത്തിലൂന്നി തനിക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ആരിലേക്കാകും മുഖ്യമന്ത്രി കസേര ഹൈക്കമാൻഡ് വെച്ച് നീട്ടുകയെന്ന് അറിയാൻ അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. നേതാക്കൾ ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകൾ നടത്തുമ്പോൾ വി.ഡി. സതീശൻ ആലുവയിലെ വസതിയിലുണ്ട്. ഡൽഹിയിലെ ചർച്ചകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന വി.ഡിയുടെ വസതിയിലേക്ക് പ്രവർത്തകർ കൂട്ടമായി ഒഴുകിയെത്തുന്നുണ്ട്. പോലീസ് ഏർപ്പെടുത്തിയ എസ്കോർട്ടിനെയും പൈലറ്റിനെയും തിരിച്ചയച്ച് ശുഭവാർത്തകൾക്കായി കാത്തിരിക്കുകയാണ് വി.ഡി. സതീശൻ. കൂട്ടമായി തന്നെ കാണാനെത്തുന്ന നേതാക്കന്മാരോട് ശുഭാപ്തി വിശ്വാസം സതീശൻ പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിൽ സതീശന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. നേരത്തെ 3 നേതാക്കന്മാരും അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി അവസാനിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയായി ബെന്നി ബെഹനാൻ എം.പിയെ വടിയിൽ തടഞ്ഞ് നിലപാട് അറിയിക്കുന്നുണ്ട് ചില പ്രവർത്തകർ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരാണ് ബെന്നി ബെഹനാൻ എം.പിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയത്. പെരുമ്പാവൂർ മുടിക്കലിൽ ഒരു പരിപാടിക്കെത്തിയ ബെന്നി ബെഹനാൻ എം.പിയെ യുവജനങ്ങളായ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എം.പിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തീരുമാനം വി.ഡി. സതീശന് എതിരാണെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ പ്രതിഷേധങ്ങളുണ്ടാകുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം 10 ദിവസം വൈകുന്നത് വോട്ടർമാർക്കും പ്രവർത്തകർക്കുമിടയിൽ വലിയ പരിഹാസത്തിന് ഇടയാക്കുന്നുണ്ട്. നേതൃത്വമേ ഞങ്ങൾ തല താഴ്ത്തിയാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യവും പ്രവർത്തകർ എം.പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത്തരം അണികൾ നിരാശരാകുന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് അണികൾ എം.പിയെ ഓർമ്മിപ്പിക്കുന്നത്. തന്നെ തടഞ്ഞ പ്രവർത്തകരോട് ശാന്തരാകുവാനും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ബെന്നി ബെഹനാൻ പറയുമ്പോഴും പ്രവർത്തകർ ശാന്തരാകുന്നില്ല. വിഷയം തെരുവിലേക്ക് എത്തിച്ചതിൽ ആരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യം ഇപ്പോൾ മറ്റ് നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞു. നാദാപുരത്ത് നിന്ന് വിജയിച്ച കെ.എം. അഭിജിത്തിനെ കല്യാണ വീട്ടിൽ തടഞ്ഞുവെച്ച കോൺഗ്രസ് പ്രവർത്തകർ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചതിന് അഭിജിത്തിനോട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും വിജയിച്ചു വന്ന എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും കെ.സി. പക്ഷക്കാരാണ്. ഇവരെല്ലാം ഹൈക്കമാൻഡിന് മുന്നിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി വാദിച്ചവരാണ്. അതേസമയം ജനവിധി അട്ടിമറിച്ച് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടാൻ വാർഡ് കമ്മിറ്റി തീരുമാനിച്ചതായുള്ള വാർത്തകളും കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. 102 സീറ്റോടെ യു.ഡി.എഫിനെ വിജയിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണെന്നും ഗ്രൂപ്പ് താൽപര്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്ത എം.എൽ.എമാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ കുറുക്കുവഴിയിലൂടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ തകർക്കുമെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാർഡ് പ്രസിഡന്റ് ടി.പി. ബൽറാം അധ്യക്ഷനായ യോഗത്തിന്റേതാണ് തീരുമാനം. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇല്ലത്ത് വേണുഗോപാൽ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സിറാജ് കാളിയത്ത്, എം.എ. സജീവൻ, മഹിളാ കോൺഗ്രസ് സെക്രട്ടറി N.S. ഷീന തുടങ്ങിയ നേതാക്കന്മാരാണ് രാജിക്ക് ഒരുങ്ങി നിൽക്കുന്നത്. അതേസമയം ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വി.ഡി. സതീശൻ ക്യാമ്പ് നിൽക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാടും 63 എം.എൽ.എമാരുടെ പിന്തുണയും തങ്ങൾക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ ആലുവയിലെ വസതിയിലുള്ള വി.ഡി. സതീശൻ ഉടൻ തന്നെ തന്റെ മണ്ഡലമായ പറവൂരിലേക്ക് തിരിക്കും. പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹം പറവൂരിലുണ്ടാകാനാണ് സാധ്യത. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ചർച്ചകൾ സങ്കീർണമായി തുടരുകയാണെന്ന വാർത്തകൾ ദില്ലിയിൽ നിന്നും വരുന്നതും പ്രവർത്തകരെ വിഷമതയിലേക്ക് തള്ളിവിടുന്നുണ്ട്.